നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ യൂട്യൂബിനകത്ത് കുറേ നേരത്തെ വന്ന സെറ്റിങ്സ് ആണെങ്കിലും അധികം ആളുകൾക്ക് അറിയാത്ത രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏതാണെന്ന് നോക്കാം. ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. യൂട്യൂബിനകത്തുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ്. ഞാൻ ഇപ്പോൾ യൂട്യൂബിനകത്തൊരു വീഡിയോ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും മുകളിൽ യൂട്യൂബിൻ്റെ വീഡിയോക്കകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വലതുഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചില വീഡിയോകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയത്തിന് സ്റ്റേബിൾ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ MP3 ഒക്കെ ഏതെങ്കിലും ഹോം തിയേറ്ററിലൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്തൊക്കെ ആ ഒരു പാട്ടിൻ്റെ വോളിയം ഒരിക്കലും ഒരു സ്റ്റേബിളായിട്ട് വരില്ല. അതിന് പ്രധാന കാരണം ആ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത സമയത്തോ അവരുടെ വോളിയത്തിൻ്റെ കംപ്ലയിൻറ്റോ മറ്റോ ആയിരിക്കും. അപ്പോൾ അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴും അതേ ഒരു പ്രശ്നം നിലനിൽക്കും. അപ്പോൾ യൂട്യൂബ് അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റിങ്സ് അവതരിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെയുള്ള സെറ്റിങ്സാണ്. യൂട്യൂബിൻ്റെ ഈ സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ മോർ എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെയുള്ള സെറ്റിങ്സാണത്, സ്റ്റേബിൾ വോളിയം എന്നുള്ളത്. ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേപോലെ തന്നെ അതേ സ്ഥലത്ത് ആ സെറ്റിങ്സ് മുകളിൽ കാണുന്ന സെറ്റിങ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മോർ എന്നുള്ള ഓപ്ഷന് തൊട്ട് മുകളിലായിട്ട് ഒരു ഓപ്ഷൻ കൂടെ കാണാം. ഇതാണ് രണ്ടാമത്തെ സെറ്റിങ്സ്, ലോക്ക് സ്ക്രീൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ കൈ തട്ടി ചിലപ്പോൾ നമ്മൾ പോക്കറ്റിലിട്ട് പോകും. പോക്കറ്റിലിട്ടുകൊണ്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാട്ട് കേട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സ്ക്രീൻ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ട് മാറുക മറ്റേതെങ്കിലും വീഡിയോ പ്ലേ ചെയ്യുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുന്ന സമയത്ത് തൽക്കാലത്തേക്ക് കൊടുക്കുന്ന സമയത്ത് അവരറിയാതെ വീഡിയോ ടച്ച് ചെയ്തുകൊണ്ട് മറ്റു വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ ലോക്ക് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നമ്മൾ ഈ ലോക്ക് സ്ക്രീനിൻ്റെ ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചതായി ഇത് ലാൻഡ്സ്കേപ്പ് മോഡലാണ് നമുക്ക് പ്ലേ ആകുള്ളൂ. ഞാനിപ്പോൾ ലോക്ക് സ്ക്രീൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. 75-കാരനെ തടവറയിലാക്കിയത് 9 മാസമാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് നമ്മൾ അത്തരത്തെ സെറ്റിങ്സിലേക്ക് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലേ ആകുകയും മാത്രമല്ല ആ ഒരു വീഡിയോ ഇതുപോലെ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറുകയും നിങ്ങളുടെ സ്ക്രീൻ ലോക്കാകുകയും ചെയ്യും. ലോക്കായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻ നിങ്ങൾ യൂട്യൂബിനകത്ത് നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ എന്ത് ക്ലിക്ക് ചെയ്താലും എന്ത് ടച്ച് ചെയ്താലും നിങ്ങൾ ആ വീഡിയോ ഒന്നും ആയില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോക്കകത്ത് താഴെ കാണുന്ന അൺലോക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. യൂട്യൂബിനകത്തുള്ള രണ്ട് സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.